നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു, നമ്മോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. നാം അതിനായി നമ്മെ ഒരുക്കണം. എങ്ങനെ ഒരുക്കണം? വചനം പ്രമാണിച്ചുകൊണ്ട് നാം ഒരുങ്ങണം, വചനം അനുസരിച്ചുകൊണ്ട് നാം ഒരുങ്ങണം. വചനം അനുസരിച്ച് വചനം പ്രമാണിച്ച് നാം ഒരുക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ അടുക്കൽ വന്ന് നമ്മോട് കൂടെ വാസം ചെയ്യും. ഒരു ദൈവപൈതലിന്റെ ജീവിതം ദൈവത്തോട് കൂടെയുള്ള വാസമാകണം. ദൈവത്തോട് കൂടെ വസിക്കുന്ന വാസം ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. ഒരു ജഡീകനും ഒരു ലൗകികനും ലോകപ്രകാരം ജീവിക്കുന്നവനും അവന്റെ കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കില്ല. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ചില നന്മകൾ അവൻ സ്വന്തമാക്കിയേക്കാം. ദൈവത്തിന്റെ സാന്നിധ്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ അവൻ അനുഭവിച്ചേക്കാം. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അവന്റെ കൂടെ വസിക്കുന്ന അനുഭവത്തിലേക്ക് ഒരു ജഡീകനും ലൗകികനും വരുവാൻ പറ്റില്ല. എപ്പോൾ മാനസാന്തരപ്പെട്ട് വചനത്തിന്റെ മുന്നിൽ കീഴ്പ്പെടുന്നുവോ, എപ്പോൾ വചനത്തെ അനുസരിക്കുവാൻ ജീവിതത്തെ സമർപ്പിക്കുന്നുവോ, അവന്റെ കൂടെ ദൈവം വസിക്കുന്ന അനുഭവത്തിലേക്ക് അവൻ വരും.